നമസ്കാരം. സിമ്പിൾ ഡിസൈനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മെയിൻ റോഡിലൂടെ ഓടിക്കുന്ന വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി ലെങ്ത് ആവണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. വണ്ടി നോക്കിയിട്ട് മാത്രമേ നമ്മൾ എടുത്തുകൊണ്ട് പോകാവുള്ളൂ. വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ വലത്തേക്കായിരിക്കും, ഇടത്തേക്കായിരിക്കും. അത് നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ വണ്ടി പോകുന്ന വണ്ടികളുടെ സിഗ്നലുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെയും കൂടെ നോക്കി ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയമില്ലേ, അന്നേരം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും അവരെങ്ങോട്ടേക്ക് പോകാനാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ അതോ നേരെ തന്നെ പോവുകയാണോ, അങ്ങനെയുള്ള സിഗ്നലുകൾ അവർ നേരത്തെ തരും. അപ്പം അത് നോക്കിക്കാണും. ചിലവരാണെങ്കിൽ ഉണ്ടല്ലോ, തൊട്ടടുത്ത് ഈ വളവൊക്കെ എത്തുമ്പോൾ ഇപ്പം ഇടത്തേക്ക് കയറി പോകണമെങ്കിൽ ആ കറക്റ്റ് അവിടെ എത്തുമ്പോൾ മാത്രമായിരിക്കും സിഗ്നൽ എന്താ പറയുക ഇൻഡിക്കേറ്റർ ഇടുക. അപ്പോഴായിരിക്കും നമ്മൾ അറിയുക. അതുകൊണ്ട് നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം എപ്പോഴും വണ്ടി ഓടിക്കാനായിട്ട്. തുടക്കക്കാരായ ആൾക്കാർക്ക് വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ റോഡാണ് കേട്ടോ. കാരണം ഒരുപാട് വണ്ടികളൊന്നും ഇല്ല ഇതിനകത്തൂടെ. പക്ഷെ വലിയ ബസ്സുകളൊന്നും എപ്പോഴും വരത്തില്ല. ഓട്ടോയോ കാറോ ബൈക്കോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ഇഷ്ടം പോലെ ഇതിനകത്തുണ്ടാവും. പക്ഷേ എങ്കിലും ഇത്രയും വീതിയുള്ള റോഡായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പഠിക്കാൻ പറ്റിയ ഒരു റോഡാണ് കേട്ടോ. ഇതുപോലത്തെ റോട്ടിൽ കൂടെ വേണം നമ്മൾ എപ്പോഴും ഓടിച്ച് പഠിക്കാനായിട്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ എന്നും പച്ചക്കറി മേടിക്കുന്ന ഒരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അവിടെ നിർത്തിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോൺ അടിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഹോൺ അടിക്കണം. ഇപ്പോൾ ഈ വഴിയിലൊക്കെ കണ്ട ആൾക്കാർ ഇങ്ങനെ വണ്ടി നിർത്തിയേക്കുന്നത് ശ്രദ്ധിച്ച് വേണം എടുത്തുകൊണ്ട് പോകാനായിട്ട്. കാരണം ഇതുണ്ടോ ഈ മണലൊക്കെ കിടക്കുന്നുണ്ടോ, ഈ സ്ഥലത്തൂടെ ഓടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കരുത്, ബ്രേക്ക് പിടിക്കരുത്. അങ്ങനെയുള്ള മണലിൻ്റെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മണലുകൾ ഇങ്ങനെ മഴ വരുമ്പോൾ മണൽ വന്നിങ്ങനെ ഒലിച്ച് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ റോഡിൽ ഇങ്ങനെ നിരന്ന് കിടക്കും. അതിനകത്തോടെ നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡ് എടുത്തിട്ടോ അവിടെ നിന്ന് ബ്രേക്ക് പിടിച്ച് ഓടിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും കേട്ടോ. അന്നേരം അത് ശ്രദ്ധിച്ച് വേണം ഓടിക്കാനായിട്ട്. അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പോകുന്ന ഒരു സ്പീഡില്ലേ, ആ സ്പീഡിൽ ബ്രേക്ക് പിടിക്കാതെ നോർമലി അങ്ങ് പോയാൽ മതി കേട്ടോ. ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കാനായിട്ട് നിൽക്കരുത്, ബ്രേക്ക് പിടിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇനിയിപ്പം നല്ലൊരു വളവുമാണ്, നല്ലൊരു ഇറക്കമാണ് വരുന്നത്. അപ്പം ഈ ഇറക്കമൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ അധികം വണ്ടികളില്ലാത്തതുകൊണ്ടേ നമുക്കിങ്ങനെ ധൈര്യമായിട്ട് ഓടിക്കാം. എന്നുവെച്ചാൽ തുടക്കത്തിലേ വരുന്നവർക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. ഇനിയിപ്പം ഈ ഇറക്കം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. നല്ലൊരു ഇറക്കം. പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഇറക്കം ആയതുകൊണ്ട് അതിങ്ങനെ ഇറങ്ങിപ്പോക്കോളും ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ. പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് കൈ ഒന്ന് ബ്രേക്കിൽ വെച്ചേക്കുക. ചെറുതായിട്ട് വേണേൽ പിടിച്ചു കൊടുക്കുക. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ ഇങ്ങനെ ബ്രേക്ക് പിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് സുഖമായിട്ടിങ്ങനെ പോരാം. പക്ഷേ ആ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം പിന്നെ പോകാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ തിരിച്ച് നമ്മൾ കയറ്റം കയറുവാന്നിരിക്കട്ടെ, ഇത് ആക്സിലേറ്റർ കൊടുക്കാതെയാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിലും പുറകിൽ ആൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിലും ഇരട്ടി ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം നമ്മൾ കയറ്റം കയറാനായിട്ട്. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞാൻ ജോലിക്ക് പോകുന്നത് സ്ഥിരം ഈ വഴിയിലാട്ടോ. ഈ വഴിയാകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കൊന്നുമില്ല. നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ മെയിൻ റോഡ്, അതിലേ നമുക്ക് പോകാം. പക്ഷേ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര റഷായിരിക്കും അതിനകത്ത്. ഇതിലാകുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഈ വഴികളും ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഞാൻ വൈകിട്ട് വരുന്നതാണേലും ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. എനിക്ക് കുറച്ചുകൂടെ സേഫായിട്ട് പെട്ടെന്ന് വീട്ടിലെത്താം. പിന്നെ സുഖമായിട്ട് ഇങ്ങ് പോരാം. എന്നുവെച്ചാൽ ഒരുപാട് വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട. ഇത് പുറകിൽ നിന്നുള്ള ഭയങ്കര ഹോണടി, ഭയങ്കര റഷായിരിക്കും അപ്പുറത്തെ സൈഡിലുള്ള നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡ്. വൈകിട്ടും രാവിലെയൊക്കെ നല്ല തിരക്കാണ്. ജോലിക്ക് പോകുന്നവരും ബസ്സും ലോറികളും അങ്ങനെയായിട്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ പറയണ്ട, ഒരുപാട് സ്കൂൾ വാഹനങ്ങളും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലായിരുന്നു പോകുന്നതും വരുന്നതൊക്കെ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേ വന്നിട്ട് ഒത്തിരി നാളായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നല്ലൊരു വളവൊക്കെയാണ് കേട്ടോ. ഈ വളവുകൾ എത്തുമ്പോഴേ എപ്പോഴും നമ്മൾ ഈ കാലിത്തിരി ഒന്ന് ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുകയാണെന്നെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ട് നമുക്ക് വളവുകൾ തിരിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു വളവ് തിരിക്കാൻ പേടിയാണ് എന്നൊക്കെ.
അപ്പോൾ വളവുകളൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോണടിച്ച് വേണം പോകാനായിട്ട്. വണ്ടികൾ പെട്ടെന്ന് കയറി വരുമല്ലോ. പിന്നെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടികളുണ്ടാവും. അവരൊക്കെ ചിലപ്പം വളവിൽ നിന്നായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ വളവിൽ ചെന്നിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. പിന്നെ ഈ വളവുകൾ ഓടിക്കാൻ പേടിയാണെന്ന് പറയുന്നവരോട് ഈ കാലിത്തിരി ഒന്ന് വിടർത്തി വെച്ചിട്ട് 2 സൈഡിലേക്കൊന്ന് വിടർത്തി വെച്ചിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വളവുകളൊക്കെ തിരിക്കാൻ പറ്റും കേട്ടോ. ഇനി പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ എളുപ്പമാക്കി പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യട്ടോ. ഇത് ശരിക്കും നല്ല വളവുകളും ഒത്തിരി വളവുകളുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്നറിയോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഓടിക്കുന്ന ആ ഒരു സ്പീഡ് വെച്ചിട്ട് വളവ് തിരിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടും കേട്ടോ. കാരണം തുടക്കക്കാരാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടങ്ങ് ബാലൻസ് ആയിട്ടുണ്ട്, ഹാൻഡിൽ ബാലൻസ് ആയി കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വലത്തേക്ക് കയറി പോകും. അപ്പോൾ വലത്തുനിന്ന് വരുന്ന വണ്ടികളോ അല്ലെ പുറകിൽ നിന്നൊരു വണ്ടി ആ സമയത്ത് കയറി വരികയൊക്കെ ആണെങ്കിലോ തട്ടാനിടയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളവ് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആക്സിലേറ്റർ കുറയ്ക്കുക. എന്നിട്ടൊരു ചെറിയ ആക്സിലേറ്ററിൽ തന്നെ ആ വളവ് തിരിച്ച് പ്രാക്ടീസ് ചെയ്യുക. വലത്തോട്ടും ഇടത്തോട്ടുമുള്ള വളവുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിന് ഏറ്റവും ബെറ്റർ എന്താണെന്നറിയോ, ഒരു വലിയ ഗ്രൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വലിയ ഗ്രൗണ്ടിൽ ഇടത്തോട്ടും വലത്തോട്ടും റൗണ്ട് അടിക്കണം. അപ്പോൾ റൗണ്ട് അടിച്ച് നമ്മൾ ഓടിക്കണം. ഒരു സൈഡ് തന്നെ ഇട്ട് റൗണ്ട് അടിച്ച് പഠിക്കരുത്. ഇടത്തേക്കും വലത്തേക്കും ഇട്ട് നമ്മൾ റൗണ്ട് അടിച്ച് പഠിക്കുമ്പം തന്നെ നമുക്ക് ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളവുകളൊക്കെ തിരിക്കാൻ പറ്റും കേട്ടോ. ഒരു ഗ്രൗണ്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും അടിപൊളി. എന്നുവെച്ചാൽ റൗണ്ടിൽ നമ്മളിങ്ങനെ ഓടിക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ആ വളവൊക്കെ നല്ലതായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇല്ലയെന്നുണ്ടെങ്കിലും ഇതുപോലെ തിരക്ക് കുറഞ്ഞ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഹോൺ അടിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് നന്നായി ഹോൺ അടിച്ച് കൊടുത്തിട്ട് വേണം വളവുകളൊക്കെ തിരിയാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തുക, വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഈ മെയിൻ റോഡിലേക്ക് ഇറക്കുക കേട്ടോ. പെട്ടെന്നായിരിക്കും വണ്ടി കയറി വരുന്നതേ, നമ്മൾ വരുന്ന ആ സൈഡിലേക്കായിരിക്കും വണ്ടി കയറി വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഇടുക, നന്നായിട്ട് ഹോൺ അടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചവിട്ടി നിർത്തുക. ഒരുപാട് വലത്തേക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തരുത്, സൈഡ് ഒതുക്കി തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊക്കെ ഇൻഡിക്കേറ്ററിന് സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കും. അപ്പം ഞാൻ മാത്രമല്ല, എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ എത്രയോ പേരുടെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓഫ് ചെയ്യാതെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കുക അവരിപ്പം ഇടത്തേക്കായിരിക്കും ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടാവും, പക്ഷെ ആ ഇടതുവശത്തേക്ക് അവർ കയറത്തില്ല. അല്ലെ വലതുവശത്തേക്ക് ഉള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ വലത്തേക്ക് ഇട്ട് പോകത്തും ഉണ്ടാവില്ല. അപ്പോൾ അവർ പോകുന്നത് നേരെ തന്നെയായിരിക്കും. കാരണം അതിന് മുമ്പത്തെ ഇടതോ വലതോ എത്തുന്ന സമയത്ത് അവർ ഇട്ടിരുന്ന ഇൻഡിക്കേറ്റർ ആയിരിക്കും അത് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നതാണ്. എന്താണെന്നറിയാമോ, ഇതിന് സൗണ്ട് ഇല്ലല്ലോ. അപ്പം നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ സ്ക്രീനിലേക്ക് നോക്കണം, ഇൻഡിക്കേറ്റർ കത്തി കിടക്കുവാണെന്ന് ഇടയ്ക്ക് അവിടെ നിന്ന് നോക്കണം കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ വിട്ടുപോകും. വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പോകുന്ന സമയത്തോ അല്ലെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വണ്ടിക്ക് ഇൻഡിക്കേറ്ററിന് സൗണ്ട് വെച്ചത് കേട്ടോ. അങ്ങനെ സൗണ്ട് വെക്കുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ വേറെ വണ്ടികൾക്ക്, ഇപ്പോൾ വരുന്ന വണ്ടികൾക്കാണേലും പോകുന്ന വണ്ടികൾക്കാണേലും മനസ്സിലാകും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ആരോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, അപ്പം അവരെങ്ങോട്ടോ തിരിയാനാണ്, അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇത് അവർക്കും കിട്ടും, നമുക്കും ഓർമ്മ കിട്ടും. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ആ കയറി പോവേണ്ട സ്ഥലം അല്ലെ വളഞ്ഞു പോവേണ്ട സ്ഥലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം എന്നുള്ള ചിന്ത നമുക്ക് വരും. അങ്ങനെ ഒത്തിരി ഉപകാരങ്ങളുണ്ട്. മെയിനായിട്ട് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലൊരു വളവിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കേട്ടോ, ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു. അന്നേരം തന്നെ ഇപ്പം ഇടതു സൈഡിൽ നിന്ന് കയറി വരുന്ന വണ്ടികൾക്ക് മനസ്സിലാകും ഞാൻ എങ്ങോട്ടോ കണ്ട. ആ കാറിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഈ കാറിന് ഇട്ടിട്ടില്ല. ചിലവരിടും ചിലവരിടത്തില്ല. പക്ഷെ അത് ഇടണം. ഇട്ടിട്ട് സൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. മറ്റുള്ളവർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴേ തിരിച്ചറിയാൻ പറ്റും. അവർ ശ്രദ്ധിക്കും, ഒരു വണ്ടി വരുന്നുണ്ട്, അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ഇങ്ങോട്ടേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നതെന്ന് അവർ നോക്കും. അതൊക്കെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. ചിലവർക്കിപ്പോൾ ഭയങ്കര നാണക്കേടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അയ്യോ, നമ്മൾ ഇൻഡിക്കേറ്റർ കേൾക്കുന്ന ആ സൗണ്ടില്ലേ, അത് ഭയങ്കര നാണക്കേട് പോലെ തോന്നുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സൗണ്ട് വെക്കാതെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
അത് ഓരോരുത്തരുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞതൊന്നുമല്ല, പക്ഷെ നല്ലതാണ് അങ്ങനെ ഇൻഡിക്കേറ്ററിനൊരു സൗണ്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഈ മെയിൻ റോഡിലൂടെ ഓടിക്കാൻ പേടിയാണ്, എങ്ങനെ ഓടിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമില്ല, നമ്മൾ ഇതുപോലെ തിരക്ക് കുറഞ്ഞ റോഡിലൂടെ ഇങ്ങനെ ഇട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പം ധൈര്യം കിട്ടും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, ധൈര്യമായിട്ട് ഒന്ന് പോകാൻ പറ്റും. അന്നേരം ഒരു ദിവസം നമ്മളിപ്പോൾ കുറച്ച് സ്ഥലയിൽ പോയാലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓടിച്ചോടിച്ച് നമുക്ക് കുറച്ചങ്ങ് പോകാൻ തോന്നും, ഒരു ഇഷ്ടം തോന്നണം, നമുക്ക് ഡ്രൈവ് ചെയ്യാനൊരു ഇഷ്ടം തോന്നിപ്പിച്ച് എടുക്കുക, അങ്ങനെ പറയില്ലേ, നമുക്കൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യാൻ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നല്ല രസമാണ് പോകാൻ. അപ്പം അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി, തിരക്ക് കുറഞ്ഞ റോഡിൽ കൂടി ഇട്ട് ഓടിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും എന്താ പറയുക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുതിയ വീഡിയോ ആയിട്ട് കാണാം, അതുവരെ ടാറ്റാ ബൈ, സീ യു.